സ്വാഗതം. അപ്പൊ നമ്മളൊരു നീരാളി ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് നീരാളി കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നീരാളി കൈ പിടിക്കില്ല, ഇതിന് ഒരു വട്ടം കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ നീരാളിയുടെ കാലുകള്. ഇതുണ്ടോ, ഇതാണ് നീരാളി തല. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഇതുണ്ടോ, ഇതാണ് നീരാളിയുടെ കണ്ണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ക്ലീൻ ചെയ്ത് എങ്ങനെ നല്ല റോസ്റ്റ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നീരാളി. ഇതിന്റെ തലഭാഗമാണ് കേട്ടോ ഇത്. ഇത് ഇതിന്റെ കണ്ണാണ് കേട്ടോ. ഒരു കണ്ണ് ഇത് കടിക്കുന്ന ഒരു ഭാഗമുള്ളത് ഇത് ഇവിടെ വെച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിന്റെ കുറച്ചൊക്കെ പാർഷ്യൽ കളഞ്ഞിട്ടുണ്ട്. ഇവര് ഹെഡിന്റെ അകത്ത് ഇങ്ങനെ കുറച്ച് വേസ്റ്റ് ഉണ്ടാകുന്നത് അത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ വയറും ഭാഗമാണ് ഇത്. ഇവിടുത്തെ വേസ്റ്റ് അവർ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്കിന്ന് ആദ്യം നമുക്ക് രണ്ടായിട്ട് ഇത് മുറിച്ചെടുക്കാം. നമുക്ക് ഈ കാലും ഇതൊക്കെ കാലും തലയും രണ്ട് ഭാഗമായിട്ട് മുറിക്കാം ആദ്യമേ. അതിന് ശേഷം ഇതാണ് ഇപ്പം നമ്മുടെ തല. നമുക്ക് ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ജോയിന്റ് കാണും, ഇതൊന്ന് കട്ട് ചെയ്ത് വിടുക. അതിനുശേഷം നമുക്ക് ഈ കണ്ണ് രണ്ടൊന്ന് മുറിച്ച് കളയാം. അതിന്റെ രണ്ട് കണ്ണൊക്കെ നമുക്ക് കളയാം. അതായത് കുറച്ച് വേസ്റ്റ് പോകാനുണ്ട്. ഇനിയിപ്പോ ബാക്കി ഇവിടെ ഈ കുറച്ച് കറുത്തിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പം ഇത് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ പൊളിച്ചെടുക്കാം. ഇത് ഇങ്ങനെ പൊളിച്ചാൽ വരേണ്ടതാണ്. ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇതാണ് ഇതിന്റെ തൊലി. ഇത് നമുക്ക് കളയാം. ഇതുണ്ട്, ഇതിങ്ങനെ വെളുത്തിരിക്കും. വശത്തെ തൊലി കളയുക. ഇതാണ് അപ്പൊ നമ്മുടെ തലഭാഗം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമ്മളൊരു പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചെറിയൊരു കട്ടിടുക. എന്നിട്ട് നടിയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇതിങ്ങനെ വരും. എന്നിട്ട് അതിങ്ങനെ പറിച്ച് കളയുന്നുണ്ടോ. ഇത് അപ്പൊ ഇവിടെ നമുക്കൊരു ഹോൾ പോലെ കിട്ടി. ഇനിയിപ്പോ നെക്സ്റ്റ് ഈ തൊലി നമ്മളിങ്ങനെ പൊളിച്ച് കളയുക. ഉദ്ദേശിക്കുന്ന അത്ര എളുപ്പത്തിൽ പൊരിയല്ല, നല്ല ബലമാണ്. ഇങ്ങനെ നമുക്ക് പൊളിച്ചൊളിച്ചത് ഫുള്ളൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ നമ്മള് ഇതിന്റെ തൊലിയൊക്കെ പൊളിച്ചത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പിടാം, മഞ്ഞൾപ്പൊടി. ഇതിന്റെ അകത്ത് ഇഷ്ടംപോലെ വാട്ടർ കണ്ടന്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ തിളപ്പിക്കുമ്പോൾ അതെല്ലാം ഊർന്നു പോരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പൊ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും, കാരണം ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മള് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതുണ്ട്, നമുക്ക് ഈ വാലിന്റെ ഈ അറ്റത്തൊക്കെ ഇത്തിരി പോകാൻ പാടായിരുന്നുണ്ട്. ഇതുണ്ട്, ഇപ്പൊ നമ്മളിത് കുറുത്തുമ്പോൾ കണ്ടോ, ഇത് ശരിക്കും പോകുന്നുണ്ടേ. അപ്പൊ ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടൈം ആണ്, ശരിക്കും ആദ്യമേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ഇങ്ങനെ പിരിഞ്ഞെടുക്കും. ഇപ്പം ഇതിന്റെ പല്ലിന്റെ സംഭവം കണ്ടോ, അതൊക്കെ ശരിക്കും പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് തിളപ്പിച്ചിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ. ഇപ്പൊ നമുക്കിത് ഫുള്ളൊന്ന് ഇതുണ്ടോ കമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ, പൂർന്ന് അതിന്റെ പല്ലും ഇതൊക്കെ സംഭവമൊക്കെ പോകുന്നുണ്ട്. ക്ലീൻ ആയിട്ട് കിട്ടും. ഇനിയിപ്പോ നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ പണ്ട് ഇരുന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഗ്രില്ല് ചെയ്ത് കഴിച്ച സമയത്ത്, ഞാൻ ഇതോടെ വാങ്ങിച്ച സമയത്ത് ഈ പല്ലുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കഴിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കളഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇച്ചിരി ഹാർഡ്, ഇച്ചിരി ഒരു ടെൻഡർ സംഭവമാണ് പല്ല്. ബാക്കി ഇതെല്ലാം സോഫ്റ്റ് ആണ്. നമ്മളിതിപ്പോ കൈ പിടിക്കുമ്പോൾ തന്നെ ഇത് മുറിഞ്ഞു പോകാൻ സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതായത് ശരിക്കും നമ്മൾ 1.5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചേ ഉള്ളൂ, കാരണം ഇതിനകത്ത് കൂടുതലും വാട്ടർ കണ്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ തിളപ്പിച്ചപ്പോൾ അതെല്ലാം പോയി കുറച്ചും കൂടി ഇതൊന്ന് ടെൻഡറായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി എല്ലാം ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഈ കാണാനായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ്: സവോള, നമ്മുടെ ടോപ്പസ് അരിഞ്ഞത്, 2 ചെറിയ തക്കാളി അരിഞ്ഞത്, കുറച്ച് നമുക്ക് ബ്ലാക്ക് പെപ്പർ ആണ് 1 ടീസ്പൂൺ അടുത്ത് മതി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2-3 പച്ചമുളക്. അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം. അപ്പൊ നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി സാൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സവോള വഴണ്ടി കിട്ടും. നമ്മൾ സാൾട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല. ഇതിൻ്റെ പച്ചച്ചവ് മാറുന്നത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒക്ടോപ്പസ് ഇട്ട് കൊടുക്കുന്ന സമയം എടുക്കുന്നുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. അവസാനം നമ്മൾ കുക്കായ സെറ്റായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് തൂളിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ടോപ്പസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് അവസ്ഥ.
അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ശരിക്കും ഈ ഒക്ടോബസ് നമ്മളിങ്ങനെ കോമൺ ആയിട്ട് നമ്മളിങ്ങനെ കഴിക്കാറില്ല, കുക്ക് ചെയ്യാറില്ല. ഞാൻ പോലും ഫസ്റ്റ് ടൈം ആണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു തവണ കഴിച്ചത് വിയറ്റ്നാമിൽ പോയപ്പം ഇത് ഫ്രൈ ചെയ്താണ്, മൊത്തത്തിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇതിന്റെ ഓരോ ലെഗായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇർക്കിലെ കുത്തി തരും. അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ കേട്ടുള്ളത് എറണാകുളത്തൊക്കെ ഇതിന്റെ ഫ്രൈ കിട്ടും എന്ന് കേട്ടു, പക്ഷെ കഴിച്ചിട്ടില്ല ഇതുവരെ. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം കൂന്തലൊക്കെ മിക്കപ്പോഴും നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ഇത് ഏകദേശം അതിന്റെയൊക്കെ ഒരു വർഗ്ഗമാണ് ഈ നീരാളി എന്ന് പറയുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പറയുന്നത് വളരെ പ്രത്യേക ജീവിയൊക്കെയാണ്. 3 ഹൃദയം, അതായത് മെയിൻ ഹൃദയമുണ്ട്, 2 സൈഡിൽ 2 ഹൃദയമുണ്ട്. അങ്ങനെ 3 ഹൃദയവും ഇതിന്റെ കാലുകളെല്ലാം തന്നെ ബ്രെയിൻ സെൽസും അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഓരോ സമയം 8 ആക്ടിവിറ്റീസ് ഒരേ ടൈം ചെയ്യാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ള ജീവിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് പിടിക്കാറുണ്ട്, പക്ഷെ അതെല്ലാം വിദേശായകളൊക്കെ കയറി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടാറുണ്ട്. ഇവിടെയൊക്കെ കൂടുതലും ആൾക്കാർ ഇത് ഗ്രില്ലിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. വാങ്ങിച്ച് കണ്ടപ്പോൾ തന്നെ അറിയാം, കുറെ അതിന്റെ വേസ്റ്റ് അവർ ക്ലീൻ ചെയ്തിട്ട് ഗ്രില്ലുകൾ ഏകദേശം പരുവത്തിലാണ് അവർ തന്നേക്കുന്നത്. പിന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം കൂന്തലിന് വർഗ്ഗം ആയതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. പിന്നെ പല രീതിയിൽ ഇത് വേവിക്കും. അതായത് ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ വേവിക്കുകയാണെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ് ഒരു രീതിയിലാക്കി നമുക്ക് ഇരിക്കുക. കുറച്ച് അധികം നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒരു റബ്ബർ പോലെ, മീൻസ് കുറച്ചുകൂടെ കട്ടിയാവുന്ന ഒരു സെറ്റപ്പ്. അതായത് നമ്മള് ഈ പോട്ടിയൊക്കെ കഴിക്കുന്ന പോലെ കുറച്ച് ഹാർഡായിട്ട് പോകും. അത്രയും കുക്ക് ചെയ്ത് കുറച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. അതൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം ഒരു അടിപൊളി വീഡിയോ ആയി നമുക്ക് അടുത്ത കണ്ടുകൂട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിൻസ് ടെക്.